രാഷ്ട്രീയ സംശുദ്ധി എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു സി അച്യുതമേനോൻ. മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. നമുക്ക് ലാളിത്യം എന്താണെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അത് പലപ്പോഴും ഞാനും അദ്ദേഹത്തെ ചില സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ലാളിത്യം നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിലെ സ്വന്തം വീട്ടിൽ അദ്ദേഹം സാധാരണ ജീവിതം നയിച്ച് അങ്ങനെ കടന്നു പോവുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം നടക്കാനൊക്കെ പോകുന്ന പതിവുണ്ട്. പതുപോലെ നടക്കാനിറങ്ങി അദ്ദേഹം നടന്ന് റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങുന്നതിനായി പ്ലാറ്റ്ഫോമിലോട്ട് കയറി. പുസ്തകം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ഒരു ടിക്കറ്റ് എക്സാമിനർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് എക്സാമിനറുടെ ചോദ്യം. സാധാരണ മുണ്ടും ഷർട്ടും അണിഞ്ഞ് ഒരു കാലൻ കുടയുമായി നടക്കുന്ന ആ വൃദ്ധൻ ആരാണെന്ന് ഈ തമിഴ്നാട്ടിലെ ടിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ ഈ ടിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അച്യുതമേനോൻ ഒരു മറുചോദ്യമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ചില്ലറ എടുത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റിനുള്ള പണം അയാൾക്ക് കൊടുത്തു. അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന മറ്റു റെയിൽവേ ഉദ്യോഗസ്ഥൻ ഓടിപ്പാഞ്ഞു വന്നു. സാറേ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു. ഇത് പറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടിക്കറ്റ് എക്സാമിനർ ആകെ തളർന്ന് തരിപ്പണമായി പോയി. പിറ്റേന്ന് രാവിലെ ഈ തമിഴ്നാട്ടിലെ ടി അച്യുതമേനോന്റെ വീട്ടിലെത്തി. എന്നിട്ട് അദ്ദേഹം നേരെ അച്യുതമേനോന്റെ കാലിലങ്ങ് വീണു, മാപ്പ് ചോദിച്ചു. എന്നാൽ അച്യുതമേനോൻ വളരെ സൗമ്യമായി ചിരിച്ചു. എപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഒരു ചിരിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്, ഞാനാ തെറ്റിയത്. മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ശേഷം സാധാരണ ജീവിതം നയിക്കുമ്പോഴും നിയമത്തെ മാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയായിരുന്നു ഇതിലൂടെ. അദ്ദേഹം അംഗീകരിച്ചു. കാരണം റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരിക്കണമെന്നുള്ള നിയമം അദ്ദേഹം ലംഘിച്ചു. അതുകൊണ്ട് തെറ്റ് ചെയ്ത് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമം എല്ലാവർക്കും ഒരുപോലെ ആണ് എന്നുള്ള സന്ദേശമാണ് അച്യുതമേനോൻ നൽകിയത്. നിങ്ങൾ എത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും നിയമത്തിന് മുമ്പിൽ മറ്റേതൊരു പൗരനെ പോലെ തന്നെയാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യനാണ്. ഓൾ മെൻ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അത് മാനിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും വേണം.